ഹലോ ഓൾ, ധനുഷിൻ്റെ 50ാമത്തെ ചിത്രമായ രായൻ സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥയും സംവിധാനവും ധനുഷ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ധനുഷ് രണ്ടാമതായി ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആദ്യം പവർ പാണ്ഡ്യ എന്ന് പറയുന്നൊരു സിനിമ 2017 ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സിനിമയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ആക്ഷൻ ആ ഒരു ജനറിലോട്ട് വരുമ്പോൾ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ധനുഷ് എന്നൊരു ഡയറക്ടറിൽ. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. മ്യൂസിക് വളരെ നന്നായിരുന്നു. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു സിനിമയിൽ. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഓം പ്രകാശാണ്. ഇതിൻ്റെ കാസ്റ്റ് വന്നിട്ട് ധനുഷ് മെയിൻ ലീഡാണ്. പിന്നെ സന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, ദുസര വിജയൻ, അപർണ ബാലമുരളി, സെൽവരാഘവൻ, പ്രകാശ് രാജ്, അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് ഇതിൽ. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയുക, ധനുഷിൻ്റെ ഒരു 50ാമത്തെ ചിത്രം കൂടി ആയതുകൊണ്ട് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചു. അപ്പോൾ പൊതുവേ ഞാൻ റിലീസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ കണ്ടത്. അപ്പോൾ പൊതുവേ നല്ലൊരു പോസിറ്റീവ് ടോക്കും ഉണ്ടായിരുന്നു. ഓൺലൈനിലായാലും അത്യാവശ്യം പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ്. ഇത് സ്റ്റോറി സ്ഥിരം നമ്മൾ കണ്ടുവരുന്നൊരു പാറ്റേണിലുള്ളൊരു ക്ലീഷേ സ്റ്റോറിയാണ്. ഞാനിതിൽ ധനുഷിൻ്റെ ബ്രദേഴ്സും 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററാണെന്ന് അറിഞ്ഞപ്പോഴേ മനസ്സിൽ വിചാരിച്ചത് അയ്യോ ഇതിൽ ഒരാൾ മരിക്കല്ലേ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ തല്ലല്ലേ എന്നായിരുന്നു ആദ്യം മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് തന്നെ ഇതിലും സംഭവിച്ചു. സ്ഥിരം കണ്ടുവരുന്നൊരു പാറ്റേൺ ആയിപ്പോയി. പക്ഷേ മേക്കിങ്ങിൽ ഒരുപാട് ഇതിനെ എഫക്റ്റീവ് ആക്കാൻ ഡയറക്ടർ ധനുഷ് ഇതിനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മേക്കിങ്ങും എല്ലാം മികച്ചു നിന്നപ്പോഴും ഈ ഒരു സ്റ്റോറിയുടെ അഭാവം വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സിനിമയെ. അത് ഇൻ്റർവെൽ വരെ ആയാലും ഇൻ്റർവെല്ലിന് ശേഷം ആയാലും അങ്ങനെ തന്നെയാണ്. ഇൻ്റർവെൽ വരെ വളരെ സ്ലോ പേസിൽ ഈ ഒരു അവരുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു ഇൻ്റർവെൽ വരെ. ഇൻ്റർവെല്ലിൽ ഒരു പഞ്ചിലാണ് നിർത്തിയത്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു സീനുണ്ട് ഇതിൽ. ആ ഒരു സീനോട് ആ ഒരു പ്രതീക്ഷ അങ്ങ് പോയി. പിന്നെ ഞാനിത് ഭയങ്കര ത്രില്ലിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അതിന് ശേഷം മുതൽ കണ്ടത്. എന്താ പറയുക, ബാക്കി എല്ലാവരും പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ധനുഷ് ആ ഒരു രായൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സീൻ പോലും ചിരിക്കുന്ന സീനില്ലായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടെ അഭിനയിച്ചവരായാലും എല്ലാവരും അതേ ഒരു റേഞ്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളി ആയാലും സന്ദീപ് കിഷനൊക്കെ പൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാളിദാസ് ജയറാമായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുസറ വിജയൻ എടുത്തു പറയേണ്ടത്, ധനുഷ് കഴിഞ്ഞാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ദുസറ വിജയൻ തന്നെയാണ്. പിന്നെ SJ സൂര്യ ഉണ്ട്. SJ സൂര്യയാണ് ഇതിലെ മെയിൻ വില്ലനായിട്ട് വരുന്നത്. അദ്ദേഹം അറിയാലോ, ആസ് യൂഷ്വൽ റോളം കൊടുത്താൽ മതി, ബാക്കി പുള്ളി ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹമൊക്കെ ആൾറെഡി പ്രൂവൺ ആണ്. ഇതിലും അതേ ഒരു റേഞ്ചിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാളെയൊന്നും വേണ്ടത്ര യൂസ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഡെപ്ത് ഈ ഒരു സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ധനുഷിൽ നിന്ന് എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ചു സിനിമ കാണുന്നതിന് മുന്നേ. കാരണം എന്ത് പറയാനാകും, അത് പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്ത് 50ാമത്തെ ചിത്രം കൂടി ആയിട്ട് ഇറക്കുമ്പോൾ ആ ഒരു പഞ്ച്, ആ ഒരു റേഞ്ച് കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ വെരി പുവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സ്റ്റോറി ക്യാമറ വർക്ക് കൊള്ളായിരുന്നു. പക്ഷെ ഇതിൽ ആവശ്യമില്ലാതെ കുറേ കളേഴ്സ് കുത്തി കയറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഒരു റെഡ്, പിന്നെ ഗ്രീൻ, യെല്ലോ, ഇതെല്ലാം ഒട്ടുമിക്ക സീനിലും ഈ ഒരു റെഡിഷ് അല്ലെങ്കിൽ ഒരു കളർ ഈ നൈറ്റ് സീനിലൊക്കെ വാരി പൂശിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ലൈറ്റിൻ്റെ സോഴ്സൊക്കെ നോക്കി കറക്റ്റാണ് ചെയ്യുന്നത്. ഇതിൽ പക്ഷേ എനിക്ക് ഈ ട്രെയിലർ വന്നപ്പോഴും ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴും എനിക്കത് സെയിം കാര്യം ഫീൽ ചെയ്തതാണ്. ഞാൻ വിചാരിച്ചു സിനിമ വരുമ്പോൾ അത് അവർ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു രീതിയിലും എനിക്കതൊരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ഇതെല്ലാം എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സ് 1-2 പേര് കണ്ടിട്ട് നല്ല ഒപ്പീനിയനാണ് പറഞ്ഞത്. ഒരുപാട് പേര് സൂപ്പർ എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ സിനിമകളും സ്റ്റോറി വെറൈറ്റി ആയിരിക്കണമെന്നില്ല. പക്ഷെ അത് എന്തെങ്കിലും ഒരു രീതിയിൽ സ്ക്രീൻ പ്ലേയിലെങ്കിലും നമുക്കത് മികച്ചതാക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ടായിരുന്നു. ഒരുപാട് സീൻസ് കുറച്ചുകൂടെ മികച്ചതാക്കായിരുന്നു. അതിൻ്റെ ഒരു സിറ്റുവേഷൻ ആയാലും അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതിയായാലും നന്നായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത് അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. AR റഹ്മാൻ്റെ മ്യൂസിക്കാണ് ആകെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊരു മാസ് സിനിമയാണ്. ധനുഷ് ഒരു ആക്ഷൻ റോളിലൊക്കെ വന്നിട്ടും ഒരു ഗൂസ് ബമ്പോ അങ്ങനത്തെ വരുന്നൊരു രോമാഞ്ചം വരുന്ന ഒരു സീന് പോലും, കയ്യടി അർഹിക്കുന്ന ഒരു സീന് പോലും ഈ സിനിമയിൽ ഇല്ലായിരുന്നു. ആകെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ കിട്ടിയതെന്ന് പറയുമ്പോൾ AR റഹ്മാൻ്റെ പാട്ടിൽ ഉസിറേനി താൻ ആ ഒരു വരി എത്തുമ്പോൾ അതിൻ്റെ വിഷ്വൽ പാട്ട് വരുന്നൊരു സീനിലാണ്. ഈ ഹോൾ മൂവിയിൽ ആ ഒരു 10 സെക്കൻഡ്സ് ആണ് ആകെ ഒരു ഫീൽ കിട്ടിയത്. നമുക്ക് ഈ ഒരു മൂവിയായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഫീൽ കിട്ടിയത്. ബാക്കി ഒന്നിലും ഒരു രീതിയിൽ എനിക്ക്
മികച്ചതായിട്ട് തോന്നിയില്ല. ധനുഷ് ആക്ടർ എന്നുള്ള രീതിയിൽ ധനുഷ് തകർത്ത് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്, അത് സമ്മതിച്ചേ പറ്റൂ. ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്റ്റാർട്ടിൽ എങ്ങനെയാണോ പുള്ളി ഉള്ളത് അതേ രീതിയിൽ എൻഡിങ് വരെയും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ചുമ്മാ ഡാൻസ് കളി അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ചുമ്മാ വളിപ്പ് കോമഡി അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. സ്റ്റാൻഡേർഡായിട്ട് ധനുഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ്, സന്ദീപ് കിഷനൊക്കെ തകർത്താടിയിട്ടുണ്ട്. പിന്നെ ദുസ്ര വിജയൻ മികച്ച ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ ഒരു സീനൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഈ മേക്കിങ്ങിലും ബാക്കി ഈ ആസ്പെക്റ്റിലൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആ ഒരു ബ്രഹ്മാണ്ടം കുറച്ചുകൂടെ മെനക്കെട്ട് സ്റ്റോറിയിൽ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതൊരു മികച്ചതായിട്ട് നിന്നനെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് എടുത്ത് പറയുമ്പോൾ എല്ലാം കൊള്ളാം, പക്ഷെ ആസ് എ ഹോൾ ഒരു മൂവിയായിട്ട് നോക്കുമ്പോൾ ഒരു ഇംപ്രഷൻ നമുക്ക് തരുന്നില്ല. പിന്നെ സിനിമ എന്തൊക്കെയോ അവർ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സിനിമയിൽ ഉടനീളം കാണാം, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടില്ല. ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല റിയലിസ്റ്റിക് ഫൈറ്റും എല്ലാം ആയിരുന്നു. തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല വിജയം ആയിട്ടുണ്ട്. കേരളത്തിലും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. എന്തായാലും നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.